ഇപ്പോൾ ഈ മലപ്പുറം പരപ്പനങ്ങാടി പാതയിൽ ഗതാഗതം ഇപ്പോൾ നിലച്ചിരിക്കുകയാണോ? തീർച്ചയായും ഡോക്ടർ കുമാർ ഉണ്ണി ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഈ ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നു. ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ മേഖലയ്ക്ക് തൊട്ട് മുകളിൽ ഏകദേശം ഈ മീറ്ററുകൾക്ക് ഇപ്പുറത്തുള്ള മുകൾ നിലയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സംസ്ഥാന പാതയാണ്, ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നു. ജനവാസ മേഖലയുടെ തൊട്ടപ്പുറത്ത് കടലുണ്ടി പുഴയിലേക്ക് സംഗമിക്കുന്ന പുഴയാണ്. ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം. ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കൂ. കുറച്ചുകൂടി സുരക്ഷിതം ലെഫ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു. കാരണം ഈ ഭാഗത്തേക്കാണ് തുടർച്ചയായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താം സേഫായ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട്. വലിയൊരു ഭാഗം ഇടിഞ്ഞു വീഴുന്നു. തീർച്ചയായും അതിന്റെ മുകളിൽ നിന്നും വീണ്ടും മണ്ണിടിയുന്ന സാഹചര്യമാണ്. സുരക്ഷിതമായി തന്നെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഇത് കാണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിൽ ആശങ്കയുണ്ടായിരുന്നു. നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. റവന്യൂ വകുപ്പൊന്നും തന്നെ ഈ മേഖല സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല. അനധികൃതമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ഇവിടെ എന്തോ സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. കല്ലൊക്കെ തന്നെ വെട്ടിപ്പൊളിച്ചത് കാണാൻ സാധിക്കും. ആ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർ അയക്കുന്നത് അവിടെ അതിന് മുകളിൽ വലിയ വിജനമായ പ്രദേശമാണെന്ന് പറയുന്നു. അതായത് മുബഷീർ, ഇപ്പോൾ മണ്ണിടിയുന്ന പ്രദേശത്തിന്റെ മുകളിൽ വീടോ സ്കൂളോ അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ? അതായത് ഇത് ഇടിഞ്ഞിടിഞ്ഞ് വരികയാണെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു പോരും. ഇത് എടൈപ്പാലം നല്ല അരുൺ കുമാർ നമ്മളോടൊപ്പം ഈ നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. അവരോട് ചോദിക്കുക, ഇത് കറക്റ്റ് എടൈപ്പാലം പാണക്കാട് കഴിഞ്ഞിട്ട് ഒരു 200 മീറ്റർ അതായത് പാണക്കാടാണ്. അടുത്തുള്ള അങ്ങാടി പാണക്കാടാണ്. അടുത്ത അങ്ങാടി പാണക്കാടും കാരാത്തോടും. ഏതാ പഞ്ചായത്ത്? ഏതാ? ഇത് മുനിസിപ്പാലിറ്റിയാണ്. മലപ്പുറം നഗരസഭയാണ് അരുൺ കുമാർ. മലപ്പുറം നഗരസഭ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. പാണക്കാടിനടുത്ത്, പാണക്കാട് തന്നെയാണ് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട അങ്ങാടി. എടൈപ്പാലം എന്ന് പറയുന്ന ചെറിയ മേഖല, അതായത് സ്ഥലത്തിന് വിളിക്കുന്ന ഒരു പേര്. അരുൺകുമാർ വീണ്ടും ഒരുപക്ഷെ ഇത്രയധികം ആശങ്കപ്പെടുത്തുന്ന കാഴ്ച തൊട്ടടുത്ത് ഈ എത്ര മീറ്റർ ചുറ്റളവിലാണ് ഇവിടെ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ താമസിക്കുന്നത്? തൊട്ടടുത്തായിട്ട് ഇവിടെ വീട്ടുകാരില്ല. അവിടെ ഒരു സ്കൂൾ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഈ ഒരു ഹാജിയാർ പള്ളിക്ക് ഇറങ്ങുന്ന റോഡ് പോകുന്നില്ല. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചത് ശരിയാണോ എന്ന് ചോദിക്കൂ. ഈ കുന്നിന്റെ താഴത്തെ ഭാഗം JCB വെച്ച് തുരന്നതാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ് ഒരു പ്രേക്ഷകൻ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ഒരു പ്രേക്ഷകനാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? കാരണം അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വലുതായിട്ട് മണ്ണ് ഇടിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ. ചാൻസ് ഉണ്ട്. പൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് JCB വെച്ച് മണ്ണെടുക്കുന്നൊരു പ്രവർത്തനം ഉള്ളത്. അതെ. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊന്നും മണ്ണിടിയില്ലല്ലോ അല്ലേ? ഇല്ല. ഈ JCB മാന്തി ഏരിയയാണ് ഇപ്പോൾ അപകട നിലയിൽ ഉള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ് അരുൺകുമാർ. JCB കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ണെടുത്ത മേഖലയാണിത്. മഴ പെയ്യുന്നത് മൂലം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതാണ്. സ്വകാര്യ ഭൂമിയാണിത്. സ്വകാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മണ്ണെടുത്ത് തുടങ്ങിയ ഭൂമിയാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. മണ്ണിടിച്ചിലുണ്ടാകുമെന്നേ ഇന്നലെ നേരത്തെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ പാണക്കാട് മലപ്പുറം പരപ്പനങ്ങാടി റോഡിലേക്ക് മണ്ണും വെള്ളവും പാറക്കല്ലുകളും കുത്തിയൊലിച്ചു വന്ന ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളും കാണാം, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളും കാണാം. ഇപ്പോഴും അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി അവിടെ എത്തുന്ന സമയത്തും വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതെന്തായാലും ആ പാതയിൽ ഇപ്പോൾ തൽക്കാലം ഗതാഗതം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഈ പരിസരത്ത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു പ്രേക്ഷകൻ എനിക്ക് യൂട്യൂബിൽ കമന്റ് ാണ് ആ പരിസരത്ത് JCB വെച്ച് മാന്തിയതാണ് കാരണം എന്ന് പറയുന്നു. അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ആ പരിസരത്ത് JCB വെച്ച് മണ്ണെടുത്തതുകൊണ്ടാണ് ആ പരിസരത്ത് മാത്രം മണ്ണിടിഞ്ഞത്. തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ കാര്യമായിട്ട് മണ്ണിടിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി മണ്ണെടുത്തതാണ് ഈ അപകടം ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം. ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല, വീടുകൾക്ക് കേടുപാടുകളില്ല. പക്ഷേ ആ പ്രദേശത്തെ മണ്ണ് മല അത് മൊത്തം ഇടിഞ്ഞൊരു ഭാഗം ഇങ്ങനെ പോയി. ഇപ്പോൾ ഇതാ അവിടെ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. മുകളിൽ നിന്ന് ഒലിച്ചു വരുന്നുണ്ട്. ചെറിയ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട്. വലിയ പാറക്കഷ്ണങ്ങളും താഴേക്ക് വന്ന് പതിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ മുബഷീർ തുടരുകയാണ്. മുബഷീർ, ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. ഇന്നത്തെ ദിവസം അവധിയായതുകൊണ്ട് കുട്ടികൾക്ക് പോകേണ്ടതില്ല. പരപ്പനങ്ങാടി മലപ്പുറം പാതയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വാഹനം അങ്ങോട്ട് വിടുന്നില്ലെന്ന് തോന്നുന്നുവല്ലേ ഇപ്പോൾ?
പൂർണ്ണമായിട്ടും ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് മുബഷീർ. ഒരു നിമിഷം മുബഷീർ, ഈ സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഇതിന് മുകളിലാണോ എന്ന് ചോദിക്കൂ. ഒരു പ്രേക്ഷകൻ മെസ്സേജ് അയക്കുന്നു, സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഇതിന് മുകളിലുണ്ട്. അത് നേരത്തെ തന്നെ നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. ഇതിന് മുകളിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടോ? സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഇതിന്റെ മുകളിലാണ് പ്രവർത്തിക്കുന്നത്. എത്ര കുട്ടികൾ പഠിക്കുന്നു? 1000-നടുത്ത് കുട്ടികൾ. അവിടെ ഇന്ന് കുട്ടികളില്ലല്ലോ. അത് സ്ഥിരീകരിക്കുന്ന വിവരമാണ് കുമാർ. ഇല്ല, ഇന്ന് അവധി ആയതുകൊണ്ട് കുട്ടികളൊന്നും തന്നെ ഇല്ല. പക്ഷേ തൊട്ടടുത്ത് വീടുകളുണ്ട് അരുൺകുമാർ, മീറ്ററുകൾ ഇപ്പുറത്ത് വീടുകളുണ്ട്. ഈ മണ്ണിടിച്ചിൽ ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ തുടരുകയാണെങ്കിൽ സമാനമായിട്ടുള്ള പ്രദേശങ്ങളാണ്, ഉയർന്ന പ്രദേശങ്ങളാണ്, കുന്നിൻ ചെരുവ് പോലെയുള്ള പ്രദേശങ്ങളാണ്. അത് ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന പാതയിലോട്ട് ഇടിഞ്ഞു വീഴും. ഈ റോഡ് തന്നെ ഇടിഞ്ഞ് പുഴയിലോട്ട് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 100 മീറ്റർ റിപ്പോർട്ടാണ്. മിനിസ്റ്റർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് ഇവിടെ നിന്ന് തൊട്ടടുത്തല്ലേ? ഒരു 200 മീറ്റർ അപ്പുറത്തല്ലേ വീട്? തൊട്ടപ്പുറത്താണ് വീട്. മിനിസ്റ്ററുടെ വീടിന്റെ തൊട്ടടുത്താണ് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആ മിനിസ്റ്ററുടെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ മണ്ണെടുത്തിരിക്കുന്നത്. ഉണ്ണി ഒന്ന് ജസ്റ്റ്, അതായത് അരുൺകുമാർ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഇപ്പോൾ ഈ പാത പൂർണ്ണമായിട്ടും മണ്ണിടിഞ്ഞതുപോലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തേക്ക് പാൻ ചെയ്താൽ, അതായത് ഞാൻ നിൽക്കുന്ന ഈ വശത്തേക്ക് ഒന്ന് പാൻ ചെയ്താൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന മന്ത്രിമാരുടെ വീടുകൾ, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട് ഏകദേശം ഇവിടെ നിന്നും 200 മീറ്റർ അകലെ, അതായത് ഈ പാത നേരെ കടന്നു പോകുന്നതിന്റെ വലതുഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും അരുൺകുമാർ, നമുക്ക് ക്യാമറ പാൻ ചെയ്യാൻ കഴിയാത്ത വിധം ഇവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ദൃശ്യങ്ങൾ എത്രത്തോളം ആശങ്ക ഈ മേഖലയിലുണ്ടെന്ന് അടിവരയിടുന്ന ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി പറഞ്ഞ മേഖലയാണ്. റവന്യൂ അധികൃതരോട് ഇവിടെ എത്തി പരിശോധന നടത്തണമെന്ന് പറഞ്ഞ മേഖലയാണ്. പക്ഷെ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലും കാണാൻ സാധിക്കില്ല. നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. ഈ നാട്ടുകാരുടെ ആശങ്ക അത് ഏത് രീതിയിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മന്ത്രി സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന തൊട്ടപ്പുറത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് വലിയ ആശങ്കയുണ്ടാകുന്നത്. പക്ഷേ മന്ത്രി ഒരുപക്ഷെ ഈ മേഖലയിലോട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം തൊട്ടടുത്തുള്ള മേഖലയായതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ഉന്നത സംഘം എത്തി ഇവിടെ പരിശോധന നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും. അതൊക്കെ തന്നെ മാറി നിൽക്കട്ടെ. കാരണം നേരത്തെ വരേണ്ടതല്ല, പരിശോധന നടത്തേണ്ടതല്ല ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്. ഇനി നമ്മൾ ഇവിടെ മുൻകരുതൽ എടുക്കേണ്ടത് അല്ലെങ്കിൽ ജാഗ്രതാ നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരണമെന്ന ഒരൊറ്റ ആവശ്യം മാത്രമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചതാണ്. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന തെങ്ങ്, അതായത് ആ തെങ്ങ് ഉൾപ്പെടെ കടപുഴകി വീണിട്ടുണ്ട്. പാറക്കഷ്ണങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒലിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മണ്ണടിഞ്ഞുകൊണ്ടേക്ക് ഒലിച്ചു വരും. അത് പുഴയിലേക്ക് അടിയും. പുഴയുടെ തൊട്ടപ്പുറത്ത് ജനവാസ മേഖലയാണ്. വലിയ രീതിയിൽ അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അരുൺകുമാർ. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തു